സിംബാബ്വേയിലെ ഒരു വനപ്രദേശത്തുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാൾട്ടൺ എന്ന ഒരാളോടൊപ്പമാണ് യാത്ര. വിക്ടോറിയ ഫാൾസ് വൈൽഡ് ലൈഫ് ഹബ് എന്നറിയപ്പെടുന്ന ഒരു കൺസർവേറ്ററിക്ക് അകത്തുകൂടിയാണ് പോകുന്നത്. ശരിക്കും ഒരു വനം തന്നെ. 4000 ഏക്കർ വനപ്രദേശം വിക്ടോറിയ ഫാൾസ് വൈൽഡ് ലൈഫ് ഹബ് കൺസർവേറ്ററിക്ക് വേണ്ടി സിംബാബ്വെ ഗവൺമെന്റ് ലീസിന് നൽകിയിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടതോ പരിക്കുപറ്റിയതോ ആയ മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ് ഈ കൺസർവേറ്ററിയുടെ പ്രാഥമിക ലക്ഷ്യം. അതോടൊപ്പം ടൂറിസം, ഗവേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇതുപയോഗിച്ച് വരുമാനമുണ്ടാക്കുകയും ചെയ്യാം. വഴിയിൽ ഒരു വലിയ പക്ഷിയുണ്ട്. ഗ്രൗണ്ട് ഹോൺബിൽ പക്ഷിയാണ് ഇത്. കറുത്ത ചിറകും ചിറകിന്റെ രണ്ടറ്റത്തും വെളുത്ത നിറവുമാണ് ഇതിന്റെ പ്രത്യേകത. വേഴാമ്പലിന്റെ ഇനത്തിൽപ്പെട്ട പക്ഷി. കൂടുതൽ സമയവും നിലത്ത് ജീവിക്കുന്ന വേഴാമ്പൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ അവൻ കുറ്റിക്കാട്ടിലേക്ക് ഓടി മാറിയിരിക്കുന്നു. അവനെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പോകവേ വേറൊരു മൃഗത്തെ കണ്ടുമുട്ടുന്നു. സേബിൾ എന്ന മൃഗമാണിത്. തെക്കൻ ആഫ്രിക്കയിൽ കൂടുതലായി കണ്ടുവരുന്ന ആന്റിലോപ്പ് വിഭാഗത്തിലുള്ള മൃഗം. കറുത്ത നിറവും കുറുകിയ കഴുത്തുമാണ് ഇവരുടെ പ്രത്യേകത. ആണിനും പെണ്ണിനും പിന്നിലേക്ക് വളഞ്ഞ പിരിയൻ കൊമ്പുകളുണ്ടാകും. ഇവരിൽ ആണുങ്ങൾക്കാണ് വലിപ്പം കൂടുതൽ. കെനിയ, സൗത്ത് ആഫ്രിക്ക, അങ്കോള, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവ ധാരാളമുണ്ട്. ഈ കൺസർവേറ്ററിയിൽ 4 സേബിളുകളാണുള്ളത്. 2 ആണും 2 പെണ്ണും. അതിൽ 3 എണ്ണം ഇതിലൂടെയൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. ഒരെണ്ണം പ്രസവിച്ചിരിക്കുന്നു എന്നാണ് കാൾട്ടൺ പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരിടത്താണ് അതിനെയും കുഞ്ഞിനെയും സംരക്ഷിച്ചിരിക്കുന്നത്. കൺസർവേറ്ററി ആണല്ലോ. മറ്റു മൃഗങ്ങൾ കുഞ്ഞിനെ കൊന്നു തിന്നാതിരിക്കാൻ അമ്മയെയും കുഞ്ഞിനെയും മറ്റൊരിടത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ ആണുങ്ങളുടെ കൊമ്പാണ് വലുതും വളവ് കൂടിയതും. ചില ആൺ സേബിളുകളുടെ കൊമ്പ് 165 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. പെൺസേബിളുകൾക്ക് പരമാവധി 1 മീറ്റർ നീളമുള്ള കൊമ്പാണുണ്ടാവുക. വലിയ കൂട്ടമായാണ് ഇവർ കാട്ടിൽ വസിക്കുന്നത്. 10 മുതൽ 30 വരെ പെണ്ണുങ്ങളുള്ള ഒരു കൂട്ടത്തിൽ നായകനായി ഒരു ആണുമുണ്ടാകും. പെൺകൂട്ടത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ആണുങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുണ്ടാകുന്നത് പതിവാണ്. ഒരു കൂട്ടത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൺ സേബിൾ പുറമേ നിന്ന് വരുന്ന മറ്റൊരു ആൺ സേബിളുമായി അംഗത്തിലേർപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്താൽ അവൻ എന്നേക്കുമായി ആ കൂട്ടം വിട്ടു പോകുന്നതാണ് പതിവ്. സേബിളുകളെ അവിടെ വിട്ട് ഞങ്ങൾ മുന്നോട്ടു പോയി. സ്വാഭാവിക വനത്തിന് ഒരു കോട്ടവും സംഭവിക്കരുത് എന്ന നിബന്ധനയോടെയാണ് ഇങ്ങനെയുള്ള വിശാലമായ വനപ്രദേശങ്ങൾ കൺസർവേറ്ററിക്കായി സിംബാബ്വെ ഗവൺമെന്റ് നൽകുന്നത്. ഇവിടെ ഒരു ഹൈനയുണ്ട്. നമ്മൾ കഴുതപ്പുലി എന്ന് വിളിക്കുന്ന ജീവി. ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്ന വന്യജീവിയാണ് കഴുതപ്പുലി. ഞങ്ങളുടെ വണ്ടി കണ്ട് അവൻ വഴിയിൽ നിന്ന് അല്പം മാറിപ്പോയി കിടന്നു. ഇങ്ങനെ കാണുമ്പോൾ പട്ടിയുടെ ഒരു രൂപമാണവന്. വംശീയമായി മാർജാര കുടുംബത്തോട് അടുത്തു നിൽക്കുന്നവരാണെങ്കിലും ഇവന്റെ രീതികൾ മിക്കതും ശ്വാനവർഗത്തിൻ്റെതാണ്. പുള്ളിപ്പുലി, ചീറ്റ തുടങ്ങിയ മാർജാര വർഗത്തിലുള്ള ജീവികൾ ഇര പിടിക്കാൻ വേണ്ടി നഖങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവൻ പട്ടികളെപ്പോലെ പല്ലുപയോഗിച്ചാണ് ഇരകളെ കീഴ്പ്പെടുത്തുന്നത്. സിംഹങ്ങളെയും പുലികളെയും ഓടിച്ചുവിട്ട് അവർ പിടിച്ച ഇരകളെ അകത്താക്കുന്നതിൽ വലിയ കൗശലമാണ് ഇവർക്കുള്ളത്. കാടുകളിൽ കൂട്ടമായി ജീവിക്കുന്നവരാണ് ഹൈനകൾ. അങ്ങനെയുള്ള കൂട്ടങ്ങൾ മാനിനെയോ കാട്ടുപോത്തുകളെയോ വളഞ്ഞിട്ട് പിടിക്കുന്നത് പതിവാണ്. തങ്ങൾക്ക് കീഴ്പ്പെടുത്താനാകാത്ത മൃഗങ്ങളെ സിംഹങ്ങളും മറ്റും പിടികൂടുന്നത് കാത്തിരിക്കും ഇവർ. ഇരയെ വീഴ്ത്തിക്കഴിഞ്ഞാൽ ഹൈനകൾ കൂട്ടത്തോടെ എത്തി സിംഹങ്ങളെ വിരട്ടി ഓടിച്ച് മാംസം അകത്താക്കുന്നതാണ് പതിവ്. വലിയ എല്ലുകൾ വരെ കടിച്ചു പൊട്ടിക്കാൻ ശേഷിയുള്ള പല്ലുകൾ ഉള്ളവരാണ് ഇവർ. വലിയൊരു കാട്ടുപോത്തിനെയൊക്കെ 10-12 അംഗങ്ങളുള്ള ഒരു ഹൈനക്കൂട്ടം മിനിറ്റുകൾ കൊണ്ട് തിന്നു തീർക്കും. പലതരം മൃഗങ്ങളെ ഈ വനത്തിനുള്ളിൽ സംരക്ഷിക്കുന്നുണ്ട്. 2003 ഈ വനം വിക്ടോറിയ ഫാൾസ് വൈൽഡ് ലൈഫ് ഹബ് കൺസർവേറ്ററിക്കായി ലീസിന് ലഭിച്ചത്. ഇപ്പോൾ ഒരു ഷെൽട്ടർ ബങ്കറിനടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. കാൾട്ടൺ മുൻപേ നടക്കുന്നു. ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകുന്നത്.
കൺസർവേറ്ററിയിൽ സംരക്ഷിക്കുന്ന സിംഹങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നിന്നും കാണാം. സിംഹങ്ങൾക്കുള്ള തീറ്റ വെച്ചു. അപ്പോഴേക്കും 3 സിംഹങ്ങൾ പറന്നെന്നോണമെത്തി. അവ 3 കൂടി തീറ്റയ്ക്ക് വേണ്ടി ഒന്ന് പിടുത്തം കൂടി. തീറ്റ വെച്ചതിന്റെ മണം കിട്ടിയപ്പോഴേക്കും സിംഹങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഇപ്പുറം ഒരു അഴിവേലിക്കകത്ത് സുരക്ഷിതനായി നിന്ന് ഞാൻ ആ കാഴ്ച പകർത്തി. പരസ്പരം പിടുത്തം കൂടിയതിനാൽ ഇട്ടുകൊടുത്ത ഇറച്ചിക്കഷ്ണത്തിൽ നിറയെ മണ്ണു പറ്റിയിരിക്കുന്നു. ഇനി അത് ഇവർ തിന്നുമോ എന്ന് തന്നെ എനിക്ക് സംശയമായി. കുറെ ഇറച്ചിക്കഷ്ണങ്ങളിൽ അവകാശം സ്ഥാപിച്ച ഒരുവൻ മുരണ്ടുകൊണ്ടങ്ങനെ കിടക്കുകയാണ്. കലി തീരുന്നില്ല എന്ന മട്ടിൽ 3-4 വലിയ കഷ്ണം ഇറച്ചി അവിടെ കിടപ്പുണ്ട്. അത് സ്വന്തമാക്കിയവൻ അടുത്ത സ്ഥലത്തേക്ക് മാറിക്കിടന്നു. അവിടെയും ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇറച്ചി വരുതിയിലാക്കിയ ശേഷം കുറെ നേരം മുരളിച്ചയാണ് ഇവന്റെ പരിപാടി. നല്ല മെഴുത്ത കേപ്പ് ലയണുകളാണ്. കറുത്ത ജടയാണ് കേപ്പ് ലയണുകളുടെ ഒരു പ്രത്യേകത. അവൻ തീറ്റ തുടങ്ങി. പശുവിന്റെ ഇറച്ചിയാണ്. അതിൽ തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് നൽകുന്നതെന്ന് തോന്നുന്നു. 3 പേരും ഓരോരോ ഇടങ്ങളിലിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ മാറി മാറിയാണ് ഞാൻ കാണിക്കുന്നത്. അത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ആദ്യം ഇറച്ചിയിലൊന്ന് നക്കുന്നു. അതിലെ മണ്ണ് കളയാനാകും ആ നക്കൽ. പിന്നെയാണ് കടിച്ചു വലിച്ച് അകത്താക്കുന്നത്. ചവച്ചരച്ച് തിന്നുകയൊന്നുമല്ല ഇവരുടെ രീതി. ഓരോ കഷ്ണങ്ങളാക്കി വിഴുങ്ങുന്നു. വിഴുങ്ങാൻ പറ്റുന്നത്ര വലിപ്പത്തിൽ ഓരോ കഷ്ണവും കീറിയെടുക്കും. ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട പശുമാംസ കഷ്ണം തിന്നുന്നുണ്ടെങ്കിലും ശരിക്കും ഇതല്ല ഇവരുടെ തീറ്റയുടെ രീതി. സംഘമായി വേട്ട നടത്തി മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിലാണ് സിംഹങ്ങൾക്ക് എപ്പോഴും താൽപ്പര്യം. ഇരകൾ വളരെ അടുത്തെത്തും വരെ ഒരു കൂട്ടത്തിലുള്ള സിംഹങ്ങൾ അവിടെവിടെയായി പതുങ്ങിയിരിക്കും. കൃത്യമായ ദൂരത്തെത്തുമ്പോൾ പെട്ടെന്ന് അവയുടെ മേൽ ചാടി വീഴുകയും ചെയ്യും. ഒരേ ഇരയെ പല ദിക്കിൽ നിന്നും പല സിംഹങ്ങൾ ഒരേ സമയം ആക്രമിക്കുന്നതാണ് രീതി. ആഫ്രിക്കൻ കാടുകളിൽ വിൽഡ് ബീസ്റ്റ്, ഇംബാല, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നിവയൊക്കെ ഇവർക്ക് ഇരയാകാറുണ്ട്. മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ട് സിംഹങ്ങൾക്ക്. എന്നാൽ വളരെ കുറച്ചു ദൂരം മാത്രമേ ഈ സ്പീഡിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ദൂരം പിന്നാലെ ഓടിച്ച് ഇവർ വേട്ടയാടാറില്ല. ഇര അടുത്തെത്തുന്നതുവരെ പതുങ്ങിക്കിടന്ന് പെട്ടെന്ന് ചാടി വീഴും. ഇത് 2ാമത്തെ സിംഹമാണ്. 3ാമൻ കിട്ടിയ ഇറച്ചിയും കൊണ്ട് വേറെ എവിടേക്കോ ഓടിയിരിക്കുന്നു. ഇവിടെ കാണുന്നതെല്ലാം ആൺസിംഹങ്ങളാണ്. ശരിക്കും ഇരപിടുത്തത്തിൽ മടിയന്മാരാണ് ആൺസിംഹങ്ങൾ. കൂട്ടമായി വസിക്കുമ്പോൾ പെൺസിംഹങ്ങളായിരിക്കും ഇരപിടുത്തത്തിന് നേതൃത്വം നൽകുക. അവർ കൃത്യമായ സ്ഥലത്ത് പതുങ്ങിയിരുന്ന് ഇരയെ വീഴ്ത്തുന്നു. അതിനുശേഷമായിരിക്കും മൃഗരാജൻ എന്ന പദവിയുള്ള ആൺസിംഹങ്ങൾ അവിടെ എത്തുക. ശരിക്കും സമൂഹജീവികളാണ് ഇവർ. ഒരു കൂട്ടമായിട്ടാണ് വസിക്കുക. ഇത്തരം ഒരു കൂട്ടത്തെ പ്രൈഡ് എന്നാണ് വിളിക്കുക. വളരെ ആസ്വദിച്ച് ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് സിംഹം. പുൽമേടുകൾ കൂടുതലുള്ള വനങ്ങളിൽ ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. 10 മുതൽ 14 വർഷം വരെയാണ് ഇവരുടെ ജീവിതകാലം. ഞാൻ ഇത്രയും അടുത്ത് സിംഹങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. നല്ലൊരു ഷെൽട്ടറിനകത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സമൃദ്ധമായ സട തന്നെയാണ് സിംഹത്തിന്റെ സൗന്ദര്യം. മനുഷ്യ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അടയാളമായി ഉപയോഗിച്ചിരിക്കുന്ന മൃഗതല സിംഹത്തിൻ്റെതാണ്. പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങളിൽ മുതൽ ആധുനിക കാലത്തെ പല പ്രോഡക്റ്റുകളിലും വരെ സിംഹങ്ങളുടെ തല ചിത്രമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ തന്നെയുണ്ടല്ലോ 4 സിംഹങ്ങൾ. ഒരുവൻ തിന്ന് കുറെ കഴിഞ്ഞപ്പോഴേക്കും മടുത്തിരിക്കുന്നു. ഇനി തിന്നണോ വേണ്ടയോ എന്ന ആലോചനയിലായി. സിംഹം കിട്ടിയ ഇറച്ചി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കുറെ നേരം അവരെ കണ്ടുനിന്നു. പിന്നെ ഇവിടെ നിന്ന് മടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ കാൾട്ടനൊപ്പം യാത്ര തുടർന്നു. കുറച്ചുനേരം കൂടി കൺസർവേറ്ററിയിലൂടെ ഓടി. എനിക്ക് വിക്ടോറിയ ഫാൾസ് വൈൽഡ് ഹബിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിരിക്കുന്നു. സിംഹത്തിന് തീറ്റ കൊടുക്കുന്നതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൗതുകമുള്ള കാര്യം. അടുത്ത തവണ സഞ്ചാരത്തിന്റെ ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ കൂടി വരുന്ന കാര്യം ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ വനത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. കുറേ ദൂരം കാട്ടിലൂടെ ഓടി. പല മൺപാതകൾ. പലതിലും വാഹനങ്ങൾ സ്ഥിരമായി ഓടുന്നുണ്ടെന്ന് മനസ്സിലാവും. കൺസർവേറ്ററിയുടെ തന്നെ വണ്ടികൾ ഓടുന്നതായിരിക്കണം. പുറത്തുനിന്നും ആളുകൾ ഇവിടെ വരാൻ സാധ്യത കുറവാണ്. ഇനി എന്നെ ഞാൻ താമസിക്കുന്ന ബയേറ്റെ ലോഡ്ജിലേക്ക് എത്തിച്ചുകൊള്ളാൻ കാൾട്ടനോട് പറഞ്ഞു. വൈകിട്ട് 6 മണിയായപ്പോഴേക്കും ബയേറ്റെ ലോഡ്ജിന്റെ മുന്നിൽ വാഹനത്തിൽ നിന്നും ഇറങ്ങി. യാത്ര പറഞ്ഞ് കാൾട്ടൻ തിരികെ പോയി. സന്ധ്യയാകുന്നതേയുള്ളൂ. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പായി. ഇനിയൊന്നു കുളിക്കണം. നല്ല പൊടിയായിരുന്നു വനത്തിൽ മുഴുവൻ. പച്ചപ്പിന്റെ ചെറിയൊരു ലോകമാണ് ബയേറ്റെ ലോഡ്ജ്. വലിയ മുറികളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ശാന്തതയുണ്ട്. കലാപരമായി നിർമ്മിച്ച പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ. എല്ലാം ഒറ്റനില കെട്ടിടങ്ങളാണ്. ഈ പ്രോപ്പർട്ടി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സ്വസ്ഥമായി കുറച്ചു ദിവസം വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം. ശരിക്കും നമുക്ക് കേരളത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു തണുപ്പുണ്ടല്ലോ, അതിന് പ്രത്യേകമായൊരു സുഖമാണ്. തണുപ്പ്, ശാന്തത, ആഫ്രിക്കൻ ഭക്ഷണം ഇതെല്ലാം ചേർന്ന് നൽകുന്ന ഒരു ഉന്മേഷവും സന്തോഷവുമുണ്ട്. കുളിച്ച് അല്പനേരം വിശ്രമിച്ചു. രാത്രി 7 മണിയായപ്പോഴേക്കും മറ്റൊരാൾ വന്ന് എന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഡസ്റ്റി റോഡ് എന്ന റെസ്റ്റോറന്റിലാണ് എത്തിയിരിക്കുന്നത്. ഈ സ്ത്രീ നടത്തുന്നതാണിത്. ഇത് ചിനോട്ടിംബ എന്ന സ്ഥലമാണ്. പഴയ കുറെ കാറുകൾ, ബൈക്കുകൾ, പഴയകാല ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയൊക്കെ അവിടെയായി നിരത്തിയിട്ടിരിക്കുന്നു. ഇവരുടെ പേര് സാറ ലിഫോർഡ് എന്നാണ്. വിചിത്രമായ ഒരു റെസ്റ്റോറന്റാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഇത് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ഓവൻ എന്നയാളുമുണ്ട് കൂടെ. സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനിയുടെ ഉടമസ്ഥൻ ലവ്മോറിന്റെ സ്റ്റാഫാണ് ഓവൻ. സാറ എനിക്കൊരു ജീവനക്കാരിയെ പരിചയപ്പെടുത്തി. ഇവൾ ഈ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്നും പറഞ്ഞു. ആദ്യം ഐസ് ടീ എന്നൊരു പാനീയം തന്നു. ഡിന്നർ കഴിക്കാനാണ് ഇവിടേക്ക് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഇവിടുത്തേത്. വിഭവങ്ങളിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ആഫ്രിക്കൻ ശൈലിയിലുള്ള പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ധാന്യങ്ങളുണ്ട്, ഉണങ്ങിയ കായ്കനികളുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. ഏതൊക്കെ ഗോത്രങ്ങളാണ് അത് ഉപയോഗിച്ചിരുന്നത്, അത് കഴിച്ചാലുള്ള മെച്ചം എന്നിവയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ചോളം മുതൽ പയർവർഗത്തിലും മറ്റുമുള്ള പല സാധനങ്ങൾ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. ബാവോബാബ് മരത്തിന്റെ കായിൽ നിന്നുണ്ടാക്കുന്ന ഒരു പാനീയമാണിത്. ഇവിടെ ചെറിയൊരു ബാർ കൗണ്ടറുണ്ട്. അതെല്ലാം ഒരു ട്രൈബൽ വില്ലേജ് ശൈലിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ബിയറും ഇവിടെ കിട്ടും. ബിയർ കുപ്പി മുറിച്ചാണ് ഇവിടെ മദ്യം കുടിക്കാനുള്ള ഗോബ്ലറ്റുകൾ ഉണ്ടാക്കുന്നത്. ഗോബ്ലറ്റ് മാത്രമല്ല, ലാംഷെയ്ഡ് ഉണ്ടാക്കുന്നതും ബിയർ കുപ്പി മുറിച്ചാണ്. അതൊക്കെ ജീവനക്കാരി പരിചയപ്പെടുത്തി തന്നു. കൗണ്ടറിൽ നിന്നും ബിയർ പല ടേബിളുകളിലേക്കും കൊണ്ടുപോകുന്നു. സായിപ്പുമാർ വരുന്നിടത്ത് ബിയറെങ്കിലും നിർബന്ധമാണ്. ബിയറും വൈനുമൊക്കെ ഇവിടെ കിട്ടും. അടുത്തതായി ജീവനക്കാരി എന്നെ കിച്ചണിലേക്ക് കൊണ്ടുപോയി. കോഫി മുതൽ പലതരം പാനീയങ്ങളും മറ്റു വിഭവങ്ങളുമെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു. അതിനുള്ള ചേരുവകൾ കൗണ്ടറിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഒരു റെസ്റ്റോറന്റ് ടൂർ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
We have the Zumbani. We use this one. ആഫ്രിക്കൻ ഭക്ഷണ വൈവിധ്യവും അതിന് ഉപയോഗിക്കുന്ന പരമ്പരാഗത ചേരുവകളുമെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ടൂർ. We have got the ground coffee, which is the normal coffee that we grow here in Zimbabwe in the Eastern Highlands. അടുത്തതായി പാചകം നടക്കുന്ന ഒരു ഭാഗത്തേക്കെത്തുന്നു. Let's chef ഇവിടെ Nyalani. ലൈവ് കുക്കിംഗ് നടക്കുകയാണ്. What is his ഒരു name? കറിയാണ് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Nyalani. Nyalani. പാചകക്കാരനെ പരിചയപ്പെട്ടു. What are you preparing? ഞള്ളാനി എന്നാണ് This is പേര്. our buffet area. പ്രൊഫഷണലായി തന്നെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം. The chef will explain all the food for you. ഇവിടെ ഒരു പാചകക്കാരിയുണ്ട്. What's your name? Outside. Excuse me? എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മീൻ വറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. Hi. Hi. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. Good. ഈ റെസ്റ്റോറന്റിൽ നമുക്ക് മെനു നോക്കി ധാരാളം വിഭവങ്ങൾ ഓർഡർ ചെയ്യാനൊന്നുമില്ല. വിവിധ വിഭവങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കും. മത്സ്യം മസാലയിൽ മുക്കി വെച്ചിട്ടുണ്ട്. അത് വറക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് നടന്നു. റെസ്റ്റോറന്റിൽ ആളുകൾ വന്നു നിറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഓവനും കൂടി ഇരിക്കാനുള്ള ടേബിൾ ഇതാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് എഴുതിയും വെച്ചിരിക്കുന്നു. ഓവനും ഞാനും കൂടി അവിടെ ഇരുന്നു. Oven. ലവ് മോറിന്റെ സ്റ്റാഫാണ് ഓവൻ. O-V-E-N. ഇദ്ദേഹം ഈ പട്ടണത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. Oven. അടുത്ത ടേബിളിലൊക്കെ ധാരാളം സായിപ്പുമാർ. പല ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചും ബിയറടിച്ചും അങ്ങനെ ഇരിക്കുന്നു. മെനു കാർഡ് നോക്കി. കാർഡല്ല, വലിയ പുസ്തകം തന്നെയാണ്. അത് കുറെ നേരം വായിച്ചിരുന്നപ്പോഴേക്കും ജീവനക്കാരി എത്തി. Then for your main course, you go and serve yourself on the buffet. ബുഫേ ആയിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് അവൾ പറഞ്ഞു. കുടിക്കാൻ എന്താണ് വേണ്ടതെന്നും ചോദിച്ചു. ഇവിടെ ബിയറുണ്ട്. എനിക്കൊരു കുപ്പി വെള്ളം മതി. ഓവന് ഒരു കോക്കും. ജീവനക്കാരി ബാർ കൗണ്ടറിലേക്ക് പോയി. വെള്ളവും കൊക്കക്കോളയുമെല്ലാം അവിടെയാണുള്ളത്. അവൾ അത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഭക്ഷണത്തിലെ ചേരുവകൾ, ഡെസേർട്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്നിവയൊക്കെ മറ്റൊരു ജീവനക്കാരി കൊണ്ടുവന്ന് കാണിച്ചു തന്നു. We have fried okra, sweet corn, വളരെ വിശദമായി തന്നെയാണ് അതൊക്കെ പരിചയപ്പെടുത്തുന്നത്. peanuts with a little bit of salt. റെസ്റ്റോറന്റിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയാവുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാ സീറ്റും നിറയുമെന്ന് എനിക്ക് തോന്നി. വരുന്നവർക്കെല്ലാം ഇവിടുത്തെ ഓരോ കാര്യവും വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ബുഫേ ടേബിളിലേക്ക് ചെന്നു. സാത്സ എന്ന ഇവരുടെ ട്രഡീഷണൽ വിഭവമുണ്ട്. ചോളപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം കുറുക്ക്. അതാണ് പ്രാദേശികമായി ഇവരുടെ ഏറ്റവും പ്രധാന ഭക്ഷണം. അത് മീൻചാറ്, കടല കൊണ്ടുണ്ടാക്കിയ ഒരു കറി, പലതരം സാലഡുകൾ, ഇങ്ങനെ വിഭവങ്ങൾ പലതുണ്ട്. ചിക്കൻ കറി, മീൻ വറുത്തത്, പീനട്ട് ചട്നി എന്നിവയൊക്കെ ബുഫേ ടേബിളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഓവനോട് നിങ്ങൾ വീട്ടിൽ സാധാരണയായി കഴിക്കുന്ന സാധനങ്ങൾ എനിക്ക് എടുത്തു തരാൻ പറഞ്ഞു. അത് തന്നെ തനിക്കും മതിയെന്നായി ഓവൻ. സാത്സയും കോഴിക്കറിയുമാണ് പ്രധാനം. നമ്മളെപ്പോലെ തന്നെ കൈകൊണ്ട് നേരിട്ടാണ് ഇവരും ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ സ്പൂണ് കൊണ്ട് കഴിക്കാൻ തീരുമാനിച്ചു. പീനട്ട് ചിക്കനാണ് കറി. അതും സാത്സയും കൂടി കഴിച്ചു. നിങ്ങൾ സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളുടെ രുചിയാണോ ഇതിനെന്ന് ഞാൻ ചോദിച്ചു. Okay. Is it like എക്സാക്ട്ലി അതുതന്നെ എന്നാണ് മറുപടി. സാത്സ, ചിക്കൻ കറി, പയറുകൊണ്ടുള്ള വിഭവങ്ങൾ, മീൻ, ഇലക്കറി എല്ലാമുണ്ട്. I like the fish and the chicken. ഇവിടുത്തെ ജീവിതം, വീട്ടിലെ കഥകളൊക്കെ ഓവൻ പറഞ്ഞു. വിദേശികൾക്കെല്ലാം ഇവിടം വ്യത്യസ്തമായ അനുഭവമാണ്. this restaurant? അവരും ആസ്വദിച്ചു കഴിക്കുന്നു. Come like പാശ്ചാത്യ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നതിൽ ഭൂരിപക്ഷം പേരും. അപ്പോഴേക്കും ഡെസേർട്ട് എത്തി. baobab fruit. ഡെസേർട്സ് പലതും ഉണ്ടാക്കുന്നത് ബാവോബാബിന്റെ കായ കൊണ്ടാണ്. And so I put my strawberry. കായ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബെറി ഉപയോഗിച്ചുള്ള ചില ഡെസേർട്ടുകൾ, ബ്ലൂബെറിയും കാൻബെറിയും എല്ലാം കൊണ്ടുണ്ടാക്കിയവ. അതിന്റെ ഗുണഗണങ്ങൾ ഒരു ജീവനക്കാരി പറഞ്ഞു തന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് പിള്ളേർ കയറി വന്നു റെസ്റ്റോറന്റിലേക്ക്. എനിക്ക് ആദ്യം അത്ഭുതം തോന്നി. ഇതെന്താണ് പരിപാടിയെന്ന്. റെസ്റ്റോറന്റ് ഉടമ സാറ ലിഫോർഡ്
ബുദ്ധിമതിയായ സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. നൂതനമായ ആശയങ്ങളാണ് അവർ ഇവിടെ നടപ്പാക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരുടെ മക്കളോ തൊട്ടടുത്ത വീടുകളിലുള്ള കുട്ടികളോ ആണിത്. അവർ തങ്ങൾക്കറിയാവുന്ന രീതിയിൽ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ആളുകളെ രസിപ്പിക്കുന്നു. കുട്ടികൾ തങ്ങളുടെ ഒരു പെർഫോമൻസ് നടത്തി പോവുകയാണ്. അത് തികച്ചും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ആസ്വദിച്ചു. വലിയൊരു ബാൻഡ് വന്ന് പരിപാടി അവതരിപ്പിക്കുന്നതിനേക്കാൾ റെസ്റ്റോറന്റിനെ സജീവമാക്കി ആ കുട്ടികൾ. ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഇനി ലോഡ്ജിൽ പോയി ഒന്നുറങ്ങണം.